ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വയനാട്ടിലുള്ള മാനന്തവാടിയിലുള്ള സുഭദ്ര മേമിൻ്റെ ഒപ്പമാണുള്ളത് അല്ലേ, പുൽപ്പള്ളി. യെസ്. അപ്പോൾ നമ്മൾ സുഭദ്രമ്മ എപ്പോഴാണ് VMCക്ക് കണക്ട് ആയത്, എപ്പോഴാണ് അതിൽ ആനാപാനസതി ധ്യാനം തുടങ്ങിയത്, എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി? ഞാൻ VMCയിൽ വന്നത് 2023 ഒരു ജൂണോട് കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ അതിനു മുന്നേ തന്നെ ഞാൻ നോൺ വെജ് കഴിക്കുകയില്ല, ഞാൻ വെജിറ്റേറിയൻ തന്നെയായിരുന്നു. ധ്യാനത്തിൽ വന്നിട്ട് എനിക്ക് നല്ല മാറ്റങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. കാരണം നമ്മളെ ഒരു സഭയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നീ ഇവിടെ ഇരിക്കേണ്ട, നീ അങ്ങോട്ട് മാറിപ്പോ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക് ഒരു 2 വർഷം മുമ്പ് വരെയും. എന്താ വെച്ച് കഴിഞ്ഞാൽ നീ കറുത്തവളാണ്, നീ മൂലം നിന്റെ ഭർത്താവ് മരിച്ചവളാണ്, നിന്റെ ജാതകം കൊള്ളില്ല, നിന്റെ ഇത് എന്താ പറയുക, നിന്റെ കാല് കൊള്ളില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് തള്ളിക്കളഞ്ഞൊരു കാലഘട്ടത്തിൽ ഇന്ന് എനിക്ക് എവിടെ പോയാലും ഒരു സ്ഥാനമുണ്ട് സീമാജി. ഇന്ന് ഏത് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാലും വീണ്ടും എങ്ങനെയെങ്കിലും അവർ തമ്മിൽ വീണ്ടും കണക്റ്റ് ആകും എന്നും എവിടെ എനിക്കിപ്പോൾ സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല, സങ്കടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. 23-ാം വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു, 23-ാം വയസ്സിൽ ഞാൻ വിധവയായി. അന്നും ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് അതിൽ നിന്നൊക്കെ നല്ല മാറ്റമുണ്ട്. ഇന്ന് ആരെന്നെ എന്ത് പറഞ്ഞാലും കുത്തിയാ പൊട്ടാത്ത ഒരു ഹൃദയമുണ്ട് എനിക്ക്. ആരെന്നെ എന്ത് കൂരമ്പ് കൊണ്ട് തുളച്ചാലും എനിക്ക് പൊട്ടാത്ത ഒരു ഹൃദയമുണ്ട്. ധ്യാനം ചെയ്തതിന് ശേഷം മാത്രമാണ്. ആദ്യം ഞാൻ ഓർത്തു ഈ സീമാജി എന്തൊക്കെയാ പറഞ്ഞത്, ഇത് നടപടിയാവണ കേസല്ല ഞാൻ വിചാരിച്ചേ. എന്റെ ദൈവമേ, പിന്നെ മീനും ഇറച്ചി അത് പോട്ടേന്ന് വെക്കാം, എന്നാൽ ഈ ഇത്രയും നേരമൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയ്ക്ക് മൂവായിട്ട് പോണ സമയങ്ങളിൽ ഈ ആർക്കാണ് ഇതിന് സമയം? ഈ സീമാജി എന്ത് മണ്ടത്തരം പറയുന്നതെന്ന് വെച്ചു. ലാപ്ടോപ്പിലും ഫോണിലും ഒക്കെ കളിക്കേണ്ട സമയം മെഡിറ്റേഷൻ ചെയ്യാനൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര മിറക്കിൾ സംഭവിച്ചു. എനിക്ക് എങ്ങനെയാണെന്നറിയോ, ആദ്യം ഒരു ദിവസം ഇങ്ങനെ ചെയ്തു, അപ്പോൾ ഒന്നും അറിയുന്നില്ലല്ലോ, സത്യസന്ധമായി കയറി മെഡിറ്റേഷൻ ചെയ്യുന്നല്ലേ, ഒരു ചുമന്ന കളറൊക്കെ വന്ന് ആകെ അലച്ചു കുത്തി. പെട്ടെന്ന് എനിക്ക് എന്തൊക്കെയോ കാണാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്ത് നാളെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിയാണുമായിരിക്കും, അങ്ങനെയാണ് എൻ്റെ വിചാരം. ബാക്കി പിന്നെ കുറേ സമയം കൂടി വന്നപ്പോൾ കരച്ചലായി, പിഴിച്ചലായി, ആകെ അലച്ചലായി, ആൾക്കാർ പേടിപ്പിക്കുന്നു, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഓരോ വീഡിയോസ് കാണുന്നത് കൊണ്ട് ചെറിയ മാറ്റങ്ങൾ വന്ന് ഞാൻ ആ വീഡിയോസിൽ കണ്ട് പിന്നെ ക്ലാരിറ്റി വന്നു. അനുഭവങ്ങളിൽ നല്ല ക്ലാരിറ്റി വന്നു. ഇതാണല്ലേ. അപ്പോൾ ഒരുപാട് മാറ്റമായി. പിന്നെ രാവിലെ എഴുന്നേക്കും, ഒരു 5 മണിക്കൊക്കെ ആയിരുന്നു എഴുന്നേക്കല്. ഇപ്പം ഞാൻ കറക്റ്റ് 2:45 എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കും. ബ്രഹ്മമുഹൂർത്തത്തിൽ ഞാൻ എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേറ്റ് എന്താ പറയുക സീമാജി, ഇത് ഒരാൾക്ക് സീരിയൽ എപ്പിസോഡ് പോലെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇത് അവനവൻ ചെയ്ത് തന്നെ അനുഭവിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് എന്താ കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരാളാണ് വീട്ടിൽ ധ്യാനം ചെയ്യുന്നത്, പക്ഷെ അതിന്റെ പ്രഭാവം എല്ലാവർക്കും ഉണ്ട്. അമ്മയൊക്കെ ഭയങ്കര ശുണ്ഠിയായിരുന്നു. അമ്മയുടെ ശുണ്ഠിയൊക്കെ ഒരുപാട് ഒതുങ്ങി. കാരണം അമ്മ ശുണ്ഠി എടുക്കുമ്പോൾ അമ്മയുടെ ഒപ്പം കൂടാൻ ആരും ഇല്ല. ഇപ്പോ നമ്മള് കാമാൻ കൊയറ്റായി ഒരു വഴിക്കാണ് പോയി, പിന്നെ അമ്മ ആരെടുത്ത് ചുണ്ടി എടുക്കും. പിന്നെ അനിയൻ പിന്നെ ഇപ്പൊ മദ്യപാനം അങ്ങനെ ഒന്നുമില്ല, ഒരുപാട് വർഷമായി നിർത്തിയിട്ടെങ്കിലും അവനും നല്ലൊരു സ്വഭാവത്തിലേക്ക് മാറി. സ്വസ്ഥതയും സമാധാനവും ഒക്കെ എനിക്ക് കൈവന്നു. ഇതെല്ലാം കിട്ടിയത് എനിക്ക് VMCയിൽ നിന്നാണ്. ഇതെല്ലാം കിട്ടിയത് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഈ പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെ, ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ് യൂട്യൂബിൽ. അപ്പോൾ ഉണ്ട് ഒരു VMC കിടക്കുന്നു, വെറുതെ ഒന്ന് തൊട്ട് നോക്കി. അങ്ങനെ കൗതുകേറിയാണ് ഞാൻ VMCയിലേക്ക് വന്നത്. ഇന്ന് എൻ്റെ VMC എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായി തീർന്നു. ഇന്ന് VMC അല്ല, ഞാനാണ് VMCയുടെ ഒരു ഭാഗമായതെന്ന് പറയുന്നത്. അത്രയ്ക്ക് സന്തോഷമുണ്ട് സീമാജി എനിക്ക്. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പെൺകുട്ടി ഒരു വഴിക്ക് നടക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ ഷോപ്പ് അടച്ച് വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും, ഒരുപാട് പേരുടെ പേടിപ്പെടുത്തൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രകൃതി അതും നമ്മളെ നിസ്സാരമായിട്ട് ഒരു സർപ്പത്തിന്റെ രൂപത്തിൽ വന്നിട്ട് പാമ്പിനെ കണ്ട് അവര് തിരിച്ചോടി. ഞാൻ എന്റെ വീട്ടിലേക്കും പോയി. മെസ്സേജ് ഇട്ടിരുന്നു. വെരി ഗുഡ്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ആരെടുത്ത് പറഞ്ഞാലും എല്ലാവർക്കും വരണം എന്നുണ്ട്. കേൾക്കുമ്പോൾ ഇതുണ്ട്. മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മളോട് സന്തോ പറയുമ്പോൾ അവർക്ക് വലിയ സന്തോഷം തോന്നുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അമ്മു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എനിക്കറിയാം. അപ്പോൾ അവൾ എപ്പോഴും പറയും, ചേച്ചി എനിക്കൊരു ജോലി വേണം, ഞാൻ ഇത്ര പഠിച്ചിട്ടും എനിക്കൊരു ജോലി ഇല്ലെന്ന്. ഞാൻ വെറുതെ ഒരു വിടുവ പറഞ്ഞു. അമ്മുവിൻ്റെ മോളിന് 5 വയസ്സ് തികയുന്നതിന് മുമ്പ് അമ്മുവിന് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. ഡിസംബർ 10 മോക്ക് 5 വയസ്സ് കഴിഞ്ഞു. പക്ഷേ സെപ്റ്റംബറിൽ തന്നെ അവൾക്ക് ജോലി കിട്ടി. അപ്പം എന്നോട് ചേച്ചി പറഞ്ഞ കാര്യം സത്യമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊക്കെ നീ എക്സാം എഴുതി കിട്ടിയതല്ലേ, നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. എന്തായാലും VMCയിൽ വരാത്തവർക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. VMCയിൽ വരണം.
എല്ലാവരും VMCയിൽ വരണം, വെജിറ്റേറിയൻ ആവണം. വെജിറ്റേറിയൻ അറിയാലും ഇരുന്ന് കഴിഞ്ഞാൽ എന്തറിയോ, ഇപ്പൊ ഇങ്ങനെ ശൂന്യത്തിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു വൈബ്രേഷൻ ഓൾറെഡി ഉണ്ട്. വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പെട്ടെന്ന് ഇതാവും. നമുക്കിങ്ങനെ ശൂന്യം കടിച്ചു പിടിച്ച് നോക്കേണ്ട കാര്യമില്ല, ഇങ്ങ് വന്നോളൂ. ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒരു 10 പേരെങ്കിലും നമ്മുടെ VMCയിലേക്ക് വരണം. VMCയിൽ വന്നാലേ അറിയൂ ഇതെന്താണ് എന്നുള്ളത്, ഇതെന്താണെന്നുള്ളത് VMCയിൽ വന്നാലേ അറിയുള്ളൂ. എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായി സീമാജിക്ക് ഇട്ട ഒരു മെസ്സേജാണ്, ഇപ്പോഴാണ് എനിക്ക് സ്വച്ഛന്തമായ ഒരു ലോകം കയ്യിൽ കിട്ടിയത്. ഇതുവരെ ഞാൻ എങ്ങനെയാ ജീവിച്ചതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു പിടിവള്ളി കിട്ടി. ഇനി ഞാൻ ഇതിൽ പിടിച്ചു കയറി ബാക്കിയുള്ളവരെയും കയറ്റും. തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെയും കയറ്റും. എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ് സീമാജി, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്നെ ട്രാജഡിയാണ് എൻ്റെ ലൈഫ്, പക്ക ഇപ്പോഴും ട്രാജഡിയാണ്. എന്നെ ഇപ്പോഴും ഹരാസ്മെന്റ് ചെയ്ത് ആളുകൾ ഇങ്ങനെ എന്താ പറയുക കുത്തി വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവരറിയുന്നില്ല സീമാജി ഞാൻ വേദനിക്കുന്നില്ല എന്നുള്ളത്, അവരറിയുന്നില്ല. എനിക്ക് എൻ്റെ ഈ ഒരു ശക്തി ഉള്ളിടത്തോളം കാലം എനിക്ക് ഒന്നും പേടിക്കാനില്ല. ഞാൻ ഒരാൾക്കൊരു കുറ്റം പറയാനോ തെറ്റ് പറയാനോ ഒന്നും ഞാൻ പോവാറില്ല. എനിക്കുണ്ടോ എന്നെ പറ്റിച്ച ആളുകൾ പോയിട്ടില്ല. എനിക്കൊരു ഷോപ്പുണ്ട്, ഷോപ്പിൽ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, ലക്ഷത്തിൽ പരം രൂപ എനിക്ക് തരണ്ട്, പോട്ടെ കൊണ്ടുപോക്കോട്ടെ, എനിക്ക് ഒരു വിഷയമല്ല. നമ്മുടെ കടമാണ് വീടുന്നത്. തീർച്ചയായിട്ടും കൊണ്ടുപോക്കോട്ടെ. ഇനി 76,000 15,000 എങ്ങനെ വേണോ കൊണ്ടുപോയി, എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞു. എന്റെ കടം വീട്ടുന്നതിന് താങ്ക് യു. എന്റെ കടം വീടും നിങ്ങളുടെ കട കയറുമ്പോ ഓൾറെഡി എനിക്ക് അത് മതി. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നിട്ട് അവരോട്, നിങ്ങൾ ഈ തരണ്ട, ഇനി നിങ്ങൾ തരണ്ടെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സൗകര്യപ്പെടുവോ, കടയുടെ അല്ലേ കൊണ്ടുവന്ന സ്വീകരിക്കും. ഇല്ലേ, ഞാൻ ഒരിക്കലും നിങ്ങളുടെ പഠിക്കൽ അത് അന്വേഷിച്ചു വരില്ല. അതോടെ ഭയങ്കര കടങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ മാസം ഇത് വീട്ടിൽ തീർക്കും, എങ്ങനെയൊക്കെയോ വീട്ടിൽ പോകുന്നു. എനിക്കറിയത്തില്ല എങ്ങനെയാ പോണേന്ന്. ഒരു വഴിക്ക് അത് വന്ന് ചേരുകയാണ്. നല്ല എനിക്ക് വേറെ കൂടുതലായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എനിക്കിതല്ലോ രാവിലെ 3 മണിക്ക് എന്തായാലും കൂടുതലും എനിക്ക് ഇയർഫോൺ വെച്ച് നമ്മുടെ സൗണ്ടിനേക്കാൾ ഇഷ്ടം ഞാൻ എൻ്റെ സ്വന്തം ഇരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇത് പെട്ടെന്ന് അങ്ങ് ഇതായി പോവും. ഞാൻ വൈകുന്നേരം രാത്രി കാലങ്ങളിലും നന്നായിട്ട് ചെയ്യും. കടയിൽ ഫ്രീ ടൈം കിട്ടിയാൽ അവിടെ ഇരിക്കും. അടുത്തുള്ള ചേട്ടന്മാരൊക്കെ വന്ന് കളിയാക്കും. ഞാൻ പറയും ഓ ആയിക്കോട്ടെ കുഴപ്പമില്ല താങ്ക് യു, ഇങ്ങനെ പറയുകയാണെങ്കിൽ ആൾക്കാരുണ്ടല്ലോ എന്ന് പറയും. എന്തായാലും എനിക്ക് ധ്യാനത്തിൽ വന്നിട്ട് VMCയിൽ വന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു നഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല. എനിക്കുള്ളതിനാൽ കൂടുതൽ ഉന്നതമായ രീതിയിൽ ജീവിക്കാനും മറ്റുള്ളവരോട് പണ്ടൊക്കെ എനിക്ക് ആളുകളോട് സംസാരിക്കുമ്പോഴും അവരെ കൈകാര്യം ചെയ്യുമ്പോഴും ഒരു വ്യവസ്ഥയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് 10 മിനിറ്റ് ഒരാൾ കേട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് തന്നു. സാധിച്ചെടുത്തു, ശരിക്കും സാധിച്ചെടുത്തു. അല്ലാണ്ട് സീമാജി എന്നോട് ചോദിച്ചു, ഒരു വ്യക്തിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചോദിച്ചു, പിന്നെ ബാങ്ക് ബാലൻസ് നിറയും കൊട്ടവണ്ടിയിൽ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊട്ടവണ്ടിയിൽ കൊണ്ടുവരുന്നതിനേക്കാളും ബാങ്ക് ബാലൻസിനേക്കാളും അടിപൊളിയായൊരു സമ്പത്തുണ്ട് എനിക്കെന്ന് പറഞ്ഞു. നമ്മൾ തന്നെ സമ്പത്തായി മാറുകയാണ്, ഭൂമിയുടെ ആഭരണമായി മാറുകയാണ്. യൂണിവേഴ്സൽ ബാങ്കിലാണ് നമ്മുടെ ഈ പുണ്യം ചേരുന്നത് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും അല്ല സമ്പത്ത്, ഈ സമ്പത്ത് അറിയണോന്ന് പറഞ്ഞു. അവനവനെ അറിയാൻ പറഞ്ഞാൽ ഈ സമ്പത്തൊന്നും അല്ല എന്ന് പറഞ്ഞില്ല. അതുപോലെ ഹാപ്പിയാണ് എൻ്റെ ലൈഫ്. സുഭദ്ര മാം ഒരു വിപ്ലവമാണ്. എന്തായാലും മാനന്തവാടിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സുഭദ്ര മേഡത്തിനും സുജാത മേഡത്തിനും ഒക്കെ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു മൈ ഡിയർ, താങ്ക് യു.